Hello, good morning. I said good morning. ആഹാ, മനോഹരം. ആകാശത്തിലെ പറവകളെ നോക്കൂ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല. പാവം. എന്നാൽ അവ ജനൽപ്പാളികളെ ചില്ലുകൾ കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. പോടുന്നു. കഷ്ടം. ആകാശത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വന്നത്. ചുറ്റിനും കഴുകന്മാരല്ലേ. ഇവിടെയും കുറവല്ല. അല്ല, ആ കണ്ണാടി അങ്ങ് പൊട്ടിച്ചിട്ട് പോകായിരുന്നു ഖഗശ്രേഷ്ഠ. വെളിച്ചമുണ്ടെങ്കിലും വായുവില്ലാത്ത ഈ ലോകത്ത്. ദിവസവും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് നീ. രാവിലെ എഴുന്നേറ്റാലുടൻ കണ്ണാടി നോക്കണമെന്ന് ഏത് മഹാനാണോ പറഞ്ഞത്? ഓർമ്മ നിൽക്കുന്നില്ല. ഇനി ഒരു മഹാനും പറഞ്ഞിട്ടില്ലേ? എങ്കിൽ ഞാൻ തന്നെ പറയാം. രാവിലെ എഴുന്നേറ്റാലുടൻ കണ്ണാടി നോക്കണം. അവയവങ്ങളെല്ലാം യഥാസ്ഥാനത്തുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അഥവാ സ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ പിടിച്ച് യഥാസ്ഥാനത്ത് വെക്കണം. ഇപ്പോഴത്തെ കാലമല്ലേ, അവയവങ്ങൾ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. താങ്ക് യു കണ്ണാടി സാറേ, താങ്ക് യു. ഓരോ ദിവസവും താങ്കളെ നോക്കുമ്പോൾ അംഗങ്ങളുടെ സ്ഥാനം മാറിയിട്ടുണ്ടോ എന്ന് നോക്കും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴൊരു തിരിച്ചറിവുണ്ടായത്. യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനമല്ല കണ്ണാടിയിൽ കാണുന്നത്, മറിച്ച് പ്രതിഫലനങ്ങളുടെ യാഥാർത്ഥ്യമാണവ. ഓക്കെ. വ്യായാമം ഒരു സ്വാതന്ത്ര്യ സമരമാണെന്ന് ഏത് മഹാനാണോ പറഞ്ഞത്? ഇനി അതും ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ. പത്രത്തിന്റെ എഡിറ്റോറിയലിന് മേലെ കൊടുക്കാം. വ്യായാമം ഒരു സ്വാതന്ത്ര്യ സമരമാണ്. വിമല അലക്സാണ്ടർ. സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ വീട്ടിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയെ പറ്റി ഓർത്തത്. അദ്ദേഹം എഴുന്നേറ്റിട്ടുണ്ടോ ആവോ? ഗുഡ് മോർണിംഗ് സർ. അലക്സാണ്ടർ സാറേ, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. സർ രാവിലെ കടുങ്കാപ്പി പാനം ചെയ്തിരിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ഫ്ലാസ്കിൽ കാപ്പി കരുതിയിരുന്നു പതിവ് പോലെ. താങ്ക് യു, നന്ദി. ഭവതി നിർദ്ദേശിച്ച പ്രകാരം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങയുടെ പുതിയ ഗ്രന്ഥരചന എത്രത്തോളമായെന്നറിയാൻ താല്പര്യമുണ്ട്. വിജ്ഞാന സാഹിത്യം വെടിഞ്ഞ കഥാസാഹിത്യത്തിലേക്ക് ഒന്ന് കടന്നുകൂടെ? ഈ ഉദയംപേരൂർ സുന്നഹദോസിലെ കാനോനകളുടെ വിവർത്തനവും സഭാചരിത്രവും മാത്രം മതിയോ? നമുക്കും ഒ വി വിജയനെ പോലെയോ മുകുന്ദനെ പോലെയോ അതുമല്ലെങ്കിൽ സക്രിയെ പോലെയോ നമ്മുടെ ചെറു സെറ്റിലുള്ള പിള്ളേരെ പോലെ ബെന്യാമിനെ പോലെയോ നമുക്കും ഒന്ന് ചെത്തണ്ടേ? അപ്പച്ചൻ വിചാരിച്ചാൽ അത് നടക്കും. അതുപോലെ എഴുതാൻ അവരില്ലേ? ചരിത്രരചനയ്ക്കല്ലേ ആളില്ലാത്തത്? പ്രത്യേകിച്ചും സഭാചരിത്രം. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം ഭാവനയ്ക്കനുസരിച്ചും ചരിത്രം വളച്ചൊടിക്കുന്നു. ആർക്ക് എഴുതാവുന്നതല്ല ചരിത്രം. അതിന് ചില ശാസ്ത്രീയ വശങ്ങളുണ്ട്, പഠനങ്ങൾ ആവശ്യമുണ്ട്, ഒരുപാട് ഹോംവർക്കുകൾ ആവശ്യമുണ്ട്. എഴുതിയത് ഇങ്ങനെ തരികയായിരുന്നെങ്കിൽ പകർത്തെഴുത്ത് തുടങ്ങായിരുന്നു. പുസ്തകത്തിൽ ഗ്രന്ഥകർത്താവിന്റെ പേരിന്റെ താഴെ പകർപ്പവകാശം വിമല അലക്സാണ്ടർ എന്നും കൂടെ ചേർക്കണം. പകർപ്പവകാശമല്ല, പകർത്തവകാശം. പകർത്തി എഴുതാനുള്ള അവകാശം എന്നാക്കി വയ്ക്കാം. പോരെ? ഓക്കെ സർ. പ്രഭാത ഭക്ഷണത്തിന് സമയമായെങ്കിലാവാം, ഒപ്പം പ്രഭാത ഗുളികകളും. അപ്പച്ചൻ ഇപ്പൊ ഗുളിക കാലമാണെന്ന് തോന്നുന്നു. നല്ല സമയം.
പാല് കൊണ്ടുവന്നത് ഇപ്പോഴാ, അതുകൊണ്ടാ ചായ വൈകിയത്. അതെ, നമുക്ക് അവൻ്റെ അവിടുത്തെ പാല് വാങ്ങലങ്ങ് നിർത്താം. പാതിക്ക് പാതി വെള്ളമാണെന്നേ. മാഡം അനമാഗസ്റ്റും വല്ലതും പറഞ്ഞു? ഓ പറഞ്ഞേ. ഈ കൊച്ചിന് വേറെ പണിയൊന്നുമില്ല. ഇന്ന് ഞായറാഴ്ചയാണെന്ന് അറിയാലോ. അറിയാമേ. വിശുദ്ധ ദിവസത്തെ ശുദ്ധീകരിക്കുക എന്ന പ്രമാണം ഒരു ക്രിസ്ത്യാനിയായിട്ട് ഈ പെമ്പളമ്മയ്ക്ക് അറിഞ്ഞൂടാ. അറിയാമേ. എല്ലാ ദിവസവും പണി ചെയ്ത് ഞായറാഴ്ച ഒരു അല്പം വിശ്രമിക്കാമെന്നാ ഒരു മഹാൻ പറഞ്ഞിട്ടുള്ളത്. ഏത് മഹാനാണോ അങ്ങനെ പറഞ്ഞേ? ഒരുപാട് മഹാന്മാരുണ്ട്. അതിലേത് മഹാനെയാണോ പെമ്പളമ്മയ്ക്ക് വേണ്ടത്? അല്ല, ഈ മഹാന്മാരെ പറ്റി അറിഞ്ഞിട്ടെന്തിനാ? തക്കത്തിന് കിട്ടിയ ഒരു കല്യാണം കൂടി. കൊച്ചു ഗള്ളി. ആ, ഇപ്പോഴും മോശമല്ല. ഇനിയൊരംഗത്തിനൂടെ ബാല്യമുണ്ട്. മിടിക്ക്. ചായ കുടിച്ചാട്ടോ, ആറിപ്പോവും. വെളിയിലൊന്നും ഇറങ്ങി നിൽക്കരുത്. എന്തോന്നാ നിന്ന് പെറുപെറുക്കുന്നത്? ഓ പെറുപെറുത്തു. കുറച്ച് തന്നെ പറ, മനസ്സിലുള്ളത് ഒളിക്കാതെ പറയണം. അല്ല, ഞാൻ ഓർക്കുമായിരുന്നേ. എന്തോന്ന്? കൊച്ച് വെളിയിലൊന്നും ഇറങ്ങി നിൽക്കണ്ടെന്ന്. അതന്നെ. വിമാനത്തിൽ പോകുന്ന വല്ല സായിപ്പന്മാരും കണ്ടാലേ കൊച്ചിൻ്റെ തലയടിച്ചോണ്ട് പോകും. ഇത്രയും നല്ല ബുദ്ധിയുള്ള തല ആര് കണ്ടാലും മോഹിച്ചു പോവും. കോംപ്ലിമെന്റിന് നന്ദി. അല്ലല്ലല്ല, തലയോട്ടി അവരെടുത്ത് ഉമിക്കരി ഇട്ട് വെക്കും. തള്ളേ, നിങ്ങൾക്ക് തനി സ്വഭാവം അറിയത്തില്ല. ആ പോട്ട്. ഒന്നുമില്ലെങ്കിൽ ഞാനല്ലേ മൂത്തത്. 2 വയസ്സിനെങ്കിലും. 2 വയസ്സിനോ? ഓ, മിസ് എടത്വ അന്നമാഗസ്റ്റും വന്നിരിക്കുന്നു. എൻ്റെ പൊന്നു മോളെ, പള്ളിയിൽ പോയിട്ടും വാ. നല്ലൊരു ഞായറാഴ്ച അല്ലയോ? ആണ്ടെ അങ്ങോട്ടും അല്ല, അവിടെ ആരാണ്ട് വിളിക്കുന്നു. ശരി, തൽക്കാലം ഞാൻ വിടകൊള്ളുന്നു. ബട്ട് ഐ വിൽ കം ബാക്ക് ആസ് എ തണ്ടർ ആഫ്റ്റർ ദ ഇന്റർമിഷൻ. അയ്യോ, മറന്നുപോയി. ഷർട്ട് വളർത്തി പിഴപ്പിച്ചു. ഹായ് ആച്ചി കൊച്ചമ്മ, മാമി ഉണ്ടല്ലോ. നീ ഇപ്പൊ ഏത് ക്ലാസ്സിലെ? 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബിൻസിമോടെ മൂത്ത മോനാ. എനിക്കറിയാം. അച്ചായൻ എന്തിയെ മോളെ? അകത്തുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു. കൊച്ചമ്മ എവിടെ പോയിച്ചു വരുവാ? ആ പറയാം. അതിനു മുമ്പ് ഇത്തിരി വെള്ളം കുടിക്കാൻ ഇങ്ങെടുത്തോ. അമ്മച്ചേ, ഞായറാഴ്ച അല്ലേ, പള്ളിയിലേറ്റം വരെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോ പോലീസുകാർ തടഞ്ഞു. അയ്യോടെ, ആ പള്ളി പ്രാർത്ഥന തടഞ്ഞു വെച്ചിരിക്കുമോ? അയ്യോ, അപ്പൊ കുർബാനയൊക്കെയോ? ആ, ആർക്കറിയാം. ഓരോ പരിഷ്കാരങ്ങളെ. എന്ത് പരിഷ്കാരം? വന്നേ മനുഷ്യനങ്ങ് മൃഗമായിക്കൊണ്ടിരിക്കുവാ. കൊച്ചമ്മ അങ്ങനെ അങ്ങ് മൃഗങ്ങളെ താത്തി കെട്ടുവൊന്നും വേണ്ട. ഇപ്പം മനുഷ്യരൊക്കെ വിവരമുണ്ട് മൃഗങ്ങൾക്ക്. ഇനി എവിടെ പോയി ആ കുഞ്ഞെ ഒന്ന് പ്രാർത്ഥിക്കുക? അതിപ്പോ പ്രാർത്ഥിക്കണേൽ എവിടെ ഇരുന്നാലും പ്രാർത്ഥിക്കാലോ. എന്നാ പിന്നെ കക്കൂസിലിരുന്ന് പ്രാർത്ഥിക്കാൻ ഒക്കുവോ? കുർബാന കൊള്ളാൻ ഒക്കുവോ? ഇല്ല. എവിടെയെങ്കിലും എന്നങ്ങനെ കയറി പറയാതെ. മനുഷ്യനായാലേ കുറച്ച് വകതിരിവൊക്കെ വേണം. വേണം. അന്നാമാമ എന്തേ? അകത്തുണ്ട്. വ്യായാമോ, യോഗാസനം, കുക്കുടാസനം. എന്തായാലും അവരുള്ളതൊരു തുണയാ. കഴിഞ്ഞ പ്രാവശ്യം നെരണത്തുവള്ളി പെരുന്നാളിന് പോയപ്പോ കണ്ടതാ. അപ്പച്ചനിപ്പൊ എങ്ങനെയുണ്ട്? ആ, അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു. അമ്മച്ചേ, ഞങ്ങൾ എന്നെ അച്ചായനെ ഒന്ന് കണ്ടിട്ട് വരാം മോളെ. ആ നടക്കും മക്കളെ. നടക്ക. അച്ചായനെ കണ്ടിട്ട് ഒരുപാട് നാളായി. എല്ലാരും സുഖമായിരിക്കുന്നല്ലോ. ഓ എന്തോന്ന് സുഖം. അതിയാനാണെങ്കിൽ നിന്ന് തിരിഞ്ഞ വേദനയാ. നടുവിന് പിടുത്തം. ഞാനുള്ളിടത്തോളം കാലം നോക്കാനും പിടിക്കാനും ആളുണ്ട്. അത് കഴിഞ്ഞാലോ ഭർത്താവ് മരിച്ച ഭാര്യയും ഭാര്യ മരിച്ച ഭർത്താവുമാണ് ലോകത്തിലേക്ക് ഏറ്റവും ദുരന്തം അനുഭവിക്കുന്നത്. പിന്നെ അവരെ നോക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. ഓരോന്നും നമ്മളൊന്നും ആഗ്രഹിച്ച് വിളിച്ചു വരുത്തി ജീവിക്കുന്നതല്ലല്ലോ. വരുന്ന അനുഭവങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. മറ്റൊന്നും നമുക്ക് ചെയ്യാനാവില്ല. ഒരു കണക്കിന് പ്രായം ചെന്നവരെ പരിചരിക്കുന്നത് ഇമ്മിണി പാടാ. കൊച്ചു പിള്ളേരുടെ കൂട്ടാ മനസ്സ്. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ദേഷ്യ. ശരിയാ, ഓരോന്നിനും ഓരോ കാരണങ്ങളും ഉണ്ടാകും. സില്ലി മാറ്റേഴ്സ് ആവും. അവരത് വലുതാക്കി പെരുപ്പിച്ച് കാണും. പലപ്പോഴും റിൻസിമയുടെ പപ്പ പറഞ്ഞതാ അവിടുത്തെ അപ്പച്ചനെ വല്ല വൃദ്ധസദനത്തിലും ആക്കാമെന്ന്. പിന്നെ നമ്മൾ പാരമ്പര്യമുള്ള കുടുംബക്കാരായോണ്ട് അതിനെന്താ? അതിനൊന്നുമില്ല. എത്രയോ കുടുംബങ്ങളിലെ അപ്പന്മാരെ വൃദ്ധസദനങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു കണക്കിന് നോക്കിയാ
അവർക്കും അതാ സൗകര്യം. മരുന്നും ഭക്ഷണമൊക്കെ യഥാസമയം കിട്ടുമല്ലോ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കാണാമല്ലോ. ഒരു കണക്കിന് ഇതിപ്പോ ഒരു ഫാഷനായി മാറിയേക്കുക. മരിച്ചു കഴിഞ്ഞാൽ മോർച്ചറി വെക്കുന്ന പോലെ. ഒരഭിമാന പ്രശ്നം. കഴിക്കാൻ വല്ലതും മോള്? എല്ലാം റെഡി അപ്പച്ചൻ. കൊച്ചമ്മായി എന്നാ പിന്നെ നമുക്ക് വല്ലതും കഴിക്കാം. അപ്പച്ചൻ ഇനി കൂളിയും പത്രവാനൊക്കെ കഴിഞ്ഞ ഫോമിലാണ്. അത് ശരി. വാ മോനെ. കൊള്ളാം. നിന്റെ കൈപ്പുണ്യം ഒന്ന് വേറെ തന്നെയാ അന്നാമ്മേ. വയറ്റിലല്ല സുഖമില്ലാത്തത് കൊണ്ട് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അയ്യോ, അത് കണ്ടപ്പോ തോന്നിയായിരുന്നു. പോയി കൈ കഴുകും. വേഗം കൈ കഴുകും മക്കളെ. നമുക്കേ ഇനി ഉച്ച ആകുമ്പോഴത്തേക്കേ ചിന്നമ്മയുടെ വീട്ടിൽ കൊണ്ടൊന്ന് പോയിട്ട് അങ്ങ് പോകാം. കൊച്ചൻ്റെ അവള് കുളിക്കുവന്നല്ലോ. ആ ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു. ഈസ്റ്ററിന് മുമ്പ് ഒന്നുകൂടെ വരാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. ഓ ശരി ശരി. ആ മോളോടൊന്ന് മറക്കാണ്ട് പറയണേ. പറഞ്ഞേ. വാ മക്കളെ.